കലീലയും ദിംനയും കലീലയും ദിംനയും. ആദ്യത്തിൽ ദബ്ശലിം നല്ല ഭരണാധികാരിയായിരുന്നു. പക്ഷെ അധികാരം മനുഷ്യനെ പരീക്ഷിക്കും. കുറച്ചു സമയം കൊണ്ട് അവന്റെ ഹൃദയം മാറ്റം കൊണ്ടു. നീതി മറഞ്ഞു, ക്രൂരത ഉയർന്നു, ജനങ്ങൾ ഭീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ഈ അനീതിയുടെ കാലത്ത് ജനങ്ങൾക്ക് ആശ്രയമായിരുന്നു ജ്ഞാനിയായ ബൈദവ. അവൻ കേട്ടു, ചിന്തിച്ചു, മനസ്സിലാക്കി. ഇത് സാധാരണ തെറ്റല്ല, ഒരു രാജ്യത്തിന്റെ വീഴ്ചയുടെ തുടക്കമാണ്. ബൈദവ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി. അവരെ നോക്കി തികഞ്ഞ വിശ്വാസത്തോടെ അദ്ദേഹം സംസാരിച്ചു. ഈ നിർണായക സമയത്തുപോലും നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ ജ്ഞാനത്തെ തന്നെ നിഷേധിക്കുന്നതാകും. കാരണം മിണ്ടാതിരിക്കുന്ന ജ്ഞാനം മരിച്ച ജ്ഞാനത്തോട് സമാനമാണ്. ബൈദവ പറഞ്ഞു, നമ്മൾ രാജ്യം വിട്ടു പോകാമോ? ഇല്ല. കാരണം രോഗം ഗുരുതരമായിരിക്കുമ്പോൾ വൈദ്യൻ രോഗിയെ ഉപേക്ഷിച്ചു പോകാത്തതുപോലെ രാജ്യം ദുരിതത്തിലാകുമ്പോൾ ജ്ഞാനികൾ അതുപേക്ഷിക്കരുത്. എന്നാൽ നമുക്ക് തുറന്നു പോരാടാൻ കഴിയുമോ? ഇല്ല. കാരണം ക്രൂരമൃഗങ്ങളുടെയും വിഷമുള്ള ഉരകങ്ങളുടെയും സമീപത്തു പോകുന്നവർ എത്ര ജാഗ്രത പുലർത്തുന്നുവോ അതിനേക്കാൾ കൂടുതൽ ജാഗ്രതയാണ് ഒരു ക്രൂരാധിപതിയുടെ മുമ്പിൽ വേണ്ടത്. നമ്മുടെ ആയുധം വാളല്ല, ജ്ഞാനമാണ്. പോരാട്ടമല്ല, ഉപദേശമാണ്. ബൈദവ രാജാവിന്റെ അടുത്തെത്തി. ഉപദേശം ആരംഭിച്ചു. രാജാവേ, നിങ്ങൾ സത്യത്തിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റിയിരിക്കുന്നു. മഹത്വത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ടിയിരുന്ന ഭരണരീതി ഇപ്പോൾ ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായിരിക്കുന്നു. നിങ്ങളുടെ നല്ല പേര് നിങ്ങൾ തന്നെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജാവിന്റെ മഹത്വം അവന്റെ ശക്തിയിലല്ല, അവന്റെ നീതിയിലാണ്. സത്യം പറഞ്ഞവനെ രാജാവ് സഹിച്ചില്ല. കോപം അവന്റെ വിവേകത്തെ മറച്ചു. ബൈദവയെ തടവിലാക്കി. പക്ഷെ സത്യത്തെ തടവിലാക്കാൻ കഴിയില്ല. രാത്രിയുടെ നിശബ്ദതയിൽ രാജാവിന്റെ ഹൃദയം തന്നെ അവനെ ചോദ്യം ചെയ്തു. കോപം ഏറ്റവും നിന്ദ്യമായ വികാരമാണ്. അതിർത്തിയറിയാത്തത് അത്യാഗ്രഹമാണ്. സൗഹൃദത്തെയും കൂട്ടായ്മയെയും തകർക്കുന്നത് കപടതയാണ്. മനുഷ്യനെ ചെറുതാക്കുന്നത് അശ്ലീലവും അർത്ഥശൂന്യവുമായ വാക്കുകളാണ്. ജ്ഞാനത്തെ ഞാൻ അപമാനിച്ചു, അവൻ തിരിച്ചറിഞ്ഞു. ബൈദവ മോചിതനായി. രാജാവ് അവനെ ആദരിച്ചു. രാജാവ് ബൈദവയോട് പറഞ്ഞു, എന്റെ പേര് ചരിത്രത്തിൽ നിലനിൽക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നീ എഴുതാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിൽ ധാർമ്മികതയുടെ പ്രമാണങ്ങളും ജ്ഞാനപാഠങ്ങളും വെളിച്ചം പോലെ മനുഷ്യരുടെ മനസ്സിൽ തെളിയണം. അതിനെ രസകരമായ കേട്ടുകഥകളിലൂടെ അവതരിപ്പിക്കണം. അവിടെ ഒരു പുതിയ യാത്ര ആരംഭിച്ചു. ബൈദവ ചിന്തിച്ചു, ഒരു തത്വചിന്തകന്റെ വായിൽ നിന്നുള്ള ജ്ഞാനം നിസ്സാരമായ സംഭാഷണവുമായി ചേർന്നാൽ അതിന്റെ മൂല്യം കുറയാം. അപ്പോൾ അദ്ദേഹത്തിനൊരു അത്ഭുതകരമായ ആശയം തോന്നി. മൃഗങ്ങളുടെ വായിലൂടെ സംസാരിപ്പിക്കുക. അങ്ങനെ 2 മൃഗങ്ങളുടെ സംഭാഷണത്തിലൂടെ അദ്ദേഹം തന്റെ ജ്ഞാനം അവതരിപ്പിച്ചു. ഇതൊരു തന്ത്രമായിരുന്നു. അജ്ഞർക്കത് വിനോദമാകും, ജ്ഞാനികൾക്ക് അത് ആഴത്തിലുള്ള പഠനവുമാകും. 14 അധ്യായങ്ങൾ അടങ്ങിയ ഒരു മഹത്തായ കൃതി രൂപം കൊണ്ടു. ഓരോ അധ്യായവും ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ഉൾക്കൊണ്ടിരുന്നു. ശേഷം ബൈദവ ആ കൃതിയെ ഒരു പുസ്തകമായി ശേഖരിച്ചു. അതിനദ്ദേഹം ഒരു പേര് നൽകി, കലീലയും ദിംനയും. കലീലയും ദിംനയും കലീലയും ദിംനയും.